ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസെഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മശിഹ എന്ന രക്ഷകൻ്റെ വരവ് ദൈവം ലോകത്തിനോട്, തൻ്റെ ജനങ്ങളോട് അറിയിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മത നേതാക്കളിലൂടെയോ പുരോഹിതന്മാരിലൂടെയോ മറ്റ് സമൂഹത്തിലെ പ്രധാനികളിലൂടെയോ ഒന്നുമല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ അധസ്ഥിതരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയരോടാണ് ദൈവം ആ ദൂത് ആദ്യം അറിയിക്കുന്നതും ഈ ലോകത്തിനോട് വിളിച്ചു പറയുന്നതും. നമ്മളിവിടെ കാണുകയാണ്, ദൂതൻ്റെ വാക്ക് കേട്ട് ഒട്ടും സമയം കളയാതെ ബന്ധപ്പെട്ട് പശുത്തൊട്ടിയിൽ പോയി ശിശുവിനെ കാണുവാൻ, കണ്ട് വണങ്ങുവാൻ, അവനെ നമസ്കരിക്കുവാൻ, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് പാടിപ്പുകഴ്ത്തുവാനും തിരക്ക് കൂട്ടുന്ന ആ ആട്ടിടയർ. എന്തുകൊണ്ടായിരിക്കാം ദൈവം ആട്ടിടയരെ ഈ ഒരു സൗഭാഗ്യത്തിന് തിരഞ്ഞെടുത്തത്? അതിന് കാരണം, ഇവിടെ ഈ ലോകത്തിലേക്ക് ഇപ്പോൾ ജനിച്ചു വീണിരിക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. മനുഷ്യകുലത്തിൻ്റെ എന്നേക്കുമായുള്ള രക്ഷയ്ക്കായി, പാപപരിഹാരമായി ഒരിക്കൽ കുരിശുമരത്തിൽ ബലിയായി തീരേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ടായിരിക്കാം കുഞ്ഞാടുകളെ തങ്ങളുടെ കൈകളിൽ കോരിയെടുക്കുന്ന, അവരെ പരിപാലിക്കുന്ന ഇടയന്മാർക്ക് അവനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും പാടിപ്പൊഴുത്തുവാനുമുള്ള ആദ്യ അവസരം ലഭിച്ചത്. നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ മുന്നോട്ടക്കാരനായ, യേശുവിന് സ്നാനം നൽകിയ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ആദ്യമായി ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു ഭാഗം. എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ പറയുന്നുണ്ട്, ഐ ആം ദ ഗുഡ് ഷെപ്പേഡ്. തൻ്റെ ആടുകൾക്ക് വേണ്ടി. ആരാണ് അവൻ്റെ ആടുകൾ? തന്നെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തരും. നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ സന്നദ്ധനാകുന്ന നല്ല ഇടയൻ. ഇവിടെ ദൈവത്തിൽ നിന്നും വന്നവൻ ഒരേ സമയം കുഞ്ഞാടും ഇടയനുമായവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു നല്ല സമയം. ആ കുഞ്ഞാടും ഇടയനുമായവൻ ജനിച്ചിരിക്കുന്നു എന്ന ആ മഹാസന്തോഷ വാർത്ത ലോകത്തെ അറിയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട താഴ്മയുടെ പര്യായമായ, വിശുദ്ധിയുടെ പര്യായമായ, കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിൻ്റെയും അന്തിയുറങ്ങാൻ സ്ഥലമില്ലാത്തവരുടെയും പ്രതിനിധികളായ ആട്ടിടയർ. അങ്ങനെയുള്ള നമ്മുടെ ഇടയിലുമുള്ള ഓരോരുത്തരും ആ ആട്ടിടയരുടെ പ്രതിനിധികളാണ്. ആ മഹാസന്തോഷ വാർത്ത ദൈവദൂതരിൽ നിന്നും കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന പ്രതിനിധികൾ. ദൈവമേ, അന്ന് ആ ആട്ടിടയർ നിന്നെ മഹത്വപ്പെടുത്തിയ പോലെ, നിന്നെ പുകഴ്ത്തിയ പോലെ ഈ വരുന്ന പുതുവർഷത്തിൽ ഞങ്ങൾ ഓരോരുത്തരും കുടുംബമായും സമൂഹമായും എല്ലാ നേരങ്ങളിലും കാലങ്ങളിലും നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിന്നെ പുകഴ്ത്തുവാനും അങ്ങനെ നിനക്ക് മഹത്വം കരയേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ ആ നല്ല ആട്ടിടയരെ നീ സ്നേഹിച്ച പോലെ, അവരെ നീ കരുതിയ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുവാനും കരുതുവാനും സംഗതിയാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.